നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രമാത്രം ആഴമേറിയതാണ്? ഓക്കെ. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒരു വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവാണ്. ഓക്കെ. നിങ്ങൾ നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു വളരെ അധികരിച്ച ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെസ്, എങ്കിലും ഇത്തരം സാഹചര്യമാണ് എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പോലും, എന്നിട്ട് പോലും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ യൂണിവേഴ്സിൽ ഒരുപാട് കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ്. യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും എന്ന് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. മേ ബി ഇത് കുറച്ച് പേർക്ക് ഒരു എന്താണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം റിസ്കുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും ആരംഭിക്കേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഒരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആത്മാക്കൾ തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷനൊന്നും ഒരിക്കലും നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു കാര്യമല്ല. ഒരു തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ പോലും നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷനെ ബാധിക്കുന്നതല്ല എന്നാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ അവർ നൽകിയിട്ടുള്ളത്. ഓക്കെ. എല്ലാ കാര്യങ്ങളും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അവരുടെ ജീവിതത്തിന് ചിട്ടയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഉണ്ടായത് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നെത്തിയപ്പോഴാണ് എന്ന് അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരാകെ തന്നെ തകർന്നു പോയൊരു സാഹചര്യമാണ്. ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രം മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. യെസ്, ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു ടെംപ്ടേഷൻ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ഫയർ എനർജിയാണ്. അവരുടെ ലൈഫിന് ആ ഒരു വെളിച്ചം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ലൈഫിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. ഒരു തടസ്സങ്ങൾക്ക് മുന്നിലും അവർ തളർന്നു പോകാൻ തയ്യാറല്ല. ഈ റിലേഷൻഷിപ്പിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാവണം എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഈ റിലേഷൻഷിപ്പിനെ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. ഓരോ നിമിഷവും നിങ്ങൾ നൽകിയിരുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത്, അത്രയധികം സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹം എന്ന് പറയുന്നത് അത്രയധികം പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അവരുടെ ലൈഫിൽ എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ നിമിഷവും അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ നല്ല നല്ല മൊമെന്റ്സിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഏകാന്തത അവരിനിയും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇത് കരിയറിലായിരുന്നാൽ പോലും, അവരുടെ ലൈഫിലായിരുന്നാൽ പോലും, സ്റ്റഡീസിലായിരുന്നാൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിപ്പോയി എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരുപാട് ഹൃദയവേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ലോസ് ഫീലിംഗ് അനുഭവപ്പെടുന്നുണ്ട്. യെസ്. നിങ്ങളുമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ. മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു മാരേജിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം അവരും ഉണ്ടാകണമെന്ന് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, വിക്ടറി ആൻഡ് സക്സസ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, അവരായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാവാം. അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ല. മേ ബി ഇപ്പോൾ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നത് വ്യക്തമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്. ഈ റിലേഷൻഷിപ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ദാറ്റ് മീൻസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗുഡ് ന്യൂസ് ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കേൾക്കും എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി വിത്തിൻ 6 days ഓർ 6 hours നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പ്രതീക്ഷകൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അവർ കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. അത്തരത്തിൽ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കാണുന്നത്. ഓക്കെ, യെസ്, അത്രമാത്രം ഒരു ഇമോഷണൽ ലോസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഈ ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു ഡിസിഷനാണ് അവർ എടുക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏതോ ഒരു പ്രതിസന്ധി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു തടസ്സത്തിനെ അവര് ഒപ്പോസ് ചെയ്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. വളരെ സക്സസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.